വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാ നിറച്ച് വാഴകളും അതിലൊരു മരവാഴയും. ഈ കാണുന്ന കോണി ഏറ്റവും മേലേക്ക് കയറിയിട്ട് ഇൻ്റെ കോലങ്ങൾ നോക്കാണി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ നിങ്ങളെ കണ്ടത് സലാലയിലെ മഞ്ഞിൻ്റെ വീഡിയോസ് അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ സലാല റൂം എടുത്ത് ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് സലാലയുള്ള റൂമട്ടാ, അടിപൊളി റൂം തന്നെയാണ്. അൽ ഗുബൈറ സ്ട്രീറ്റിലെ സലാലയിലെ അൽ ഗുബൈറ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിമോൻ ഇന്നലെ മഞ്ഞ് എന്താ പാടാ? ഇത് മഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ മഞ്ഞില. ഇതൊരു വൺ ബെഡ്റൂമാണ്. അത് ഒരു 2 ബെഡ്റൂം ഹാളുള്ള റൂമാണ്. ഇത് ഹാള്. അതുപോലെ തന്നെ ഫായ്സിൻ്റെ കേസ് പറയേ വേണ്ട, പെട്ടിക്ക് കിടക്കാൻ വരെ സ്ഥലം വെച്ചുകൊണ്ടാക്കി ഗൈസ്. എന്താ ഇപ്പം ഇതിന് പറയാനുള്ളത്? 2 ബെഡ്, ടാബ്, പ്രൗഡ് ലൈഫ്. എന്തായാലും ഇവിടെ വരുന്നവർ സീസൺ ടൈമാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഓഗസ്റ്റ്, ഖരീഫ് സീസൺ എന്ന് പറയും. അപ്പോൾ സീസൺ ടൈമിൽ നമുക്ക് റൂമിന് റെൻറ്റ് കൂടുതലാണ്. അപ്പോൾ പൊതുവേ നമുക്ക് റെൻറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടെ നോർമലി സീസണിൽ 70 റിയാൽ, അതായത് ദുബായിലത്തെ 700 ദിറംസ് വരെ ക്യാഷ് ഉള്ള റൂമാണ്. ഒരു ദിവസത്തിൽ 700 ദിറംസ്. പക്ഷെ ഞങ്ങളിവിടെ എടുക്കുന്നത് നമ്മളെ ഫായിസ് ബ്രോൻ്റെ ഒരു ടൈപ്പിലുള്ള ഒരാൾ, അറിയുന്ന ഒരാൾ, ഫ്രണ്ട്, നമുക്കൊരു 25 റിയാലിന്, അതായത് 250 ദിറംസ്. നോർമലി ഞങ്ങൾ ആദ്യം പോയി നോക്കിയ റൂമിന് 40 റിയാലുണ്ട്, അതായത് 400 ദിറംസ്. അപ്പൊ ഇവിടെ നമുക്ക് 25 സീസൺ സമയമാണ് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ആരായാലും ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പൊ മാക്സിമം അവരെ കാര്യങ്ങൾ നോക്കും. അതെ, അപ്പൊ നമ്മൾ അറിയുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയുണ്ടാവും. അപ്പൊ അവരെന്തൊക്കെ ബാർഗിൻ ചെയ്ത് കുറച്ചു നമുക്ക് നല്ല റേറ്റിന്റെ റൂം കിട്ടിയത് പെർ ഡേ 25 റിയാൽ 250 ദിർഹംസ്. നാട്ടിൽ പറയുകയാണെങ്കിൽ 4,000 റുപ്യൻ്റെ അടുത്ത് നാട്ടില്. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം നമ്മളെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സലാലയിലെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. നമ്മളെ ചരിത്രങ്ങൾ ഖുർആനിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ജബൽ അയ്യൂബ് എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് അവിടെ. ഇപ്പോൾ കുറേ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവിടെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അവിടെ പോയി, അവിടെ കുടിച്ച് അപ്പോൾ അസുഖങ്ങൾ മാറി എന്നുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്ഥലം നിൽക്കുന്ന സ്ഥലത്തേക്ക്, കാരണം അവിടെ ഒരുപാട് റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെ വൈബ് സ്ഥലമാണ്. അങ്ങോട്ട് പോണ സ്ഥലം തന്നെ മഞ്ഞുകൾ കൊണ്ട് മൂടുന്ന സ്ഥലമാണ്. നല്ല കെയർ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണം. ഇതിനൊക്കെ ഇതാ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ട് ഇതാ. അവിടെ തണുപ്പല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇത് ഇട്ടിക്കണത്. അല്ല, എന്താ പറയുള്ളത് അല്ലേ? തണുപ്പ്. ഇന്നലത്തെ മഞ്ഞിനെ കുറിച്ച് എന്താ പറയുള്ളത്? ഭയങ്കരമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു. ഞങ്ങൾ ഇന്നും പോണത് അതെ. ഓക്കെ, അടിപൊളി. പിന്നെ ഇവിടെ ബാക്കി മലയാളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണം, നല്ല അടിപൊളി ഫുഡ് തന്നെ നമുക്ക് ഇവിടെ. ഇന്നലെ കണ്ടതിനേക്കാളും കൂടുതൽ ഒന്നും കൂടി കോഡ് ഇറങ്ങിയിട്ടുണ്ടാവുന്നതാണ് പറഞ്ഞത്. പ്രതീക്ഷ പറഞ്ഞത് എടുത്തുള്ള വണ്ടികളുടെ ഡിസ്റ്റൻസ് നല്ലോണം കീപ്പ് ചെയ്യാം, കാരണം പെട്ടെന്ന് കാണണമെന്നാണ് പറഞ്ഞത്. അതെ, അപ്പോ ഇന്നലെ കണ്ട ഒരു കാഴ്ചയല്ല ഇന്ന് കാണാൻ പോകുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വന്ന റോഡ് വളരെ ഡേഞ്ചറാണ്, സ്പീഡ് റോഡാണ്. പക്ഷെ അയ്യോ, ആ ഒറ്റപ്പെട്ട റോഡ് നിങ്ങൾ കണ്ടതല്ലേ മക്കളെ? കാര്യങ്ങൾ കൂടുതൽ ഉള്ളതാണ്. മാക്സിമം സ്പീഡ് കുറച്ച് നമ്മൾ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം. റഡാർ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കണം. ഇന്നലെ വന്ന റോഡിൽ ക്യാമറ ഞാൻ വിചാരിക്കണ്ട, കാരണം ക്യാമറ കൊടുന്ന് വെക്കുന്നുണ്ടെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പറയാൻ പറ്റില്ല. മേ ബി അങ്ങനെയും വെക്കും, കാരണം ഇപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് വിളിക്കുന്ന സമയത്താണ് അത് അറിഞ്ഞത്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മള് നിന്ന ഹോട്ടൽ കേട്ടോ. ഇവിടെയാണ്, ഇതാണ് അതിന്റെ സ്ട്രീറ്റ്. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇവിടുന്ന് പോവുക. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴി ഫുള്ള് അവിടെ ദൂരെ കാണുന്ന ഈ കോട നിറഞ്ഞിട്ട്, ഞാൻ ക്ലാസ് വെച്ചിട്ടാണ് അല്ലല്ലേ, ആ കോട നിറഞ്ഞിട്ട് സത്യം തന്നെ കേട്ടാ. ഈ ഒരു എന്താ പറയുക മഞ്ഞ് അല്ലേ? ഇതാ ഇതും ക്ലാസ് വെച്ചിക്കണേ, ഞാൻ ക്ലാസ് വെച്ചിക്കണ് കണ്ടോ, സെറ്റല്ലേ? നമ്മളെ ഡ്രൈവർക്കൊക്കെ ക്ലാസ് വെച്ചിട്ടില്ല, നോർമൽ ക്ലാസ് വെച്ചിട്ട് ഇവിടുത്തെ. അപ്പോൾ നേരെ സ്ട്രൈറ്റ് ചെറിയ ഇവിടുന്ന് എത്ര 23 കിലോമീറ്റർ ഉള്ളൂ, അതായത് 34 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനിലെ ഇറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ട് കിട്ടും. അതിന്ന് നമ്മൾ സ്ട്രൈറ്റ് അവിടുന്ന് ഇങ്ങോട്ട് മേലോട്ട് കേരളമാണ്. അപ്പോഴാണ് ഇതിൻ്റെ വൈബ് മനസ്സിലാവും കേട്ടോ. റോഡും മാറും. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെയൊക്കെ വന്നിട്ട് ചായ ഒക്കെ കുടിക്കണം സൈഡിലൊക്കെ ഇട്ടിട്ട്.
ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. അല്ല ഈ ഒരു കൂടെ മാറിയിട്ടാണ് നോക്കാം. അവിടെ അവിടെ ഇരുന്നിട്ട് ആൾക്കാരെ ടോപ്പ് റൂഫ് മൊത്തം തുറക്കാണ്. അടിപൊളി ഇത്. അപ്പോൾ ഞങ്ങൾ ഇനി അതായത് കയറാൻ പോവാണ്. ഈ ഒരു കാറ്റാണ്ട് കയറാണ് അല്ലേ? സൺറൂഫ് പറഞ്ഞ് ഞങ്ങളിതാ ഈ ഒരു കയറ്റം കയറാൻ പോകുന്നു. സൂപ്പർ വൈബ്. സമയം ഒരു 11 മണി ആയിട്ടുള്ളൂ. അതായത് രാവിലെ 11 മണി. എന്നിട്ടിട്ടും നോക്കിയേ, ഇത് നോക്കാം. 11 മണി മുകളിലോട്ട് കയറും തോറും മഞ്ഞ് കൂടി കൂടി വരികയാണ്. കോട ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. കാരണം ഞാൻ എൻ്റെ ഈ ഒരു വണ്ടിയിൽ ഫസ്റ്റ് ടൈം ഈ ഫുൾ റൂഫൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെയുള്ളൊരു ക്ലൈമറ്റിൽ ഞാൻ ആദ്യമായിട്ട് പോവാണ്. അടിപൊളി വ്യൂ. നിങ്ങൾ ഇത് കാണുന്നില്ല. അതും നമ്മൾ ഇതിപ്പോൾ ഫ്രെയിമുമ്മൽ 1 മിനിറ്റ് കേട്ടോ. ഫ്രെയിമുമ്മൽ ഇതാ ഇതേപോലെ ഫ്രെയിമുമ്മ മഞ്ഞ് വന്നടിക്കാം. മഴയല്ല, മഞ്ഞ്. അപ്പോൾ എന്താ പറയുക, അടിപൊളി വൈബ്. നമ്മളെ ഫായ്സാണ് ഇത്രയും ഡ്രൈവ് ചെയ്തത്. പിന്നെ വിൻഡ് കുറച്ച് കാറ്റടിക്കുമ്പോൾ സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ. എത്രത്തോളം സൗണ്ട് അടിപൊളിയാണെന്നുള്ള അറിയില്ല. മുന്നിലൊക്കെ വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഒരു പൊടിക്ക് കാണുന്നില്ലടാ. പോണ വഴിക്ക് നിർത്തിയിട്ട് വണ്ടിയിട്ട് പോയാൽ മതിട്ടോ. കാരണം ഒരുപാട് നല്ല നല്ല ആംബിയൻസും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മരത്തുമ്പോൾ കുഞ്ഞു കിളികളൊക്കെ ഉണ്ടായിട്ടോ. പറന്നുപോയി അല്ലേ? ഇതിനെ കണ്ട കിളികളെ കണ്ടോ? ഈ അതാ സൗണ്ട് വെക്കാം. അതെടുത്തു പറയും. കണ്ട ഇത് ഇപ്പം നിങ്ങൾ കാണണിയോ? വീഡിയോ എടുത്തരാം. ഓർക്ക് നടന്ന് സ്ലോ മോല് വരുന്നൊരു വീഡിയോ എടുത്തരാം. ഇത് നോക്കാം. നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ് ഫുഡ് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. അവിടെ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ എനിക്ക് വീഡിയോ അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങാനുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ മേലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് നടന്നിട്ട് വേണം പോവാൻ. ഓക്കെ, കുറച്ച് താഴത്തേക്ക് സ്ലിപ്പ് ആവാതെ. എടാ ഇതോ സ്ലിപ്പ് ആവില്ല കേട്ടോ. നല്ല നടക്കണേ. കുറച്ചാണ് താഴേക്ക് ഇറങ്ങാണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നബി അയ്യൂബിൽ വാദി. അതായത് നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു കാഴ്ച. ഓക്കെ, നോക്കിക്കോ, അടിപൊളി വാദി തന്നെയാണ്. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ കോട മഞ്ഞിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി ലാസ്റ്റ് ഇതാ ഇവിടെ എത്തി. ഓക്കെ ഗൈസ്,
റീൽസൊക്കെയുള്ള കട്ട്സുകൾ എടുക്കുകയാണ്. റീൽസ് എടുക്കാനുള്ള വകുപ്പ് ഉണ്ടല്ലോ ഇത് നമുക്ക്. അപ്പോൾ ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്, കാണേണ്ട കാഴ്ചയുണ്ട്. മക്ബറ മുകളിലുണ്ട്, അവിടുന്ന് ഒരു കോണി അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചവിട്ടി പടികൾ കയറണം അല്ലേ? ഒന്നും പറയാനില്ല. കാരണം ഒരു ആ കുളത്തിന്റെ ഭംഗി ആ മുകളിലുള്ള ആ സംഭവം ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ആ ഒരു ഗ്യാപ്പ് കാണിച്ചോ. ഇത് നോക്കാം, താഴെ വെള്ളം വരുന്നുണ്ട്. ഇതിൻ്റെ ഈ വെള്ളങ്ങളാണ് താഴെ പോകുന്നല്ലേ? അധിക എന്താണ് അവസ്ഥ, എന്താണ് ഇവിടുത്തെ ആ ഒരു ഇത് കറക്റ്റ് ആ ഒരു ഏരിയ ഭയങ്കര രസമല്ല. ഇവിടെ നിങ്ങളില്ല മുകളിലോട്ട് ഒരു ഈ ഒരു ഏരിയ ഇല്ല. ഇതാണ് ഈ ഒരു വാദിയുടെ ഭംഗി. സത്യം പറഞ്ഞാൽ ഇത് അത്രയും ചരിത്രപരമായിട്ടുള്ള ഒരു വാദിയാണ്. ഇവിടെ ഒരുപാട് ഒമാനികളുണ്ട്. മലയാളികളായിട്ട് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ആളുകൾ പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് റീൽസ് ഈ ഒരു റീൽസ് ഇതിൽ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു പള്ളിക്കുളത്തിൽ വീഡിയോ ഇട്ടിരുന്നിട്ടാ. നമുക്ക് നീന്താൻ അറിയില്ല, പക്ഷെ ട്രോളി മക്കളെ ഇൻസ്റ്റയിൽ പോയി നോക്കിക്കോളി. ഇവിടെ ഈ ഒരു ഏരിയ എന്താ പാട്? എന്താ പറയുക, ഒരു സൈഡില് അതിന്റെ താഴെയായിട്ട് വാദ്യമൊക്കെ ആയിട്ട് ഒരു ഗുഹയാണെന്ന് വെച്ചാൽ ഗുഹയല്ല, ഭയങ്കര രസം ചെയ്തിട്ടില്ല. അടിപൊളിയായി ചെയ്തിട്ടുണ്ട് സെറ്റ്. ഈ അല്ലെങ്കിൽ സലാല എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമാണ്. സലാലല്ല, ഒമാൻ രാജ്യത്തിൽ സലാല. സലാല നമുക്ക് ഇവര് പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെ പറയാം. ഐഡിയ എങ്ങനെയുണ്ട്? ഇതാ ഈ കാണുന്ന കോണി ഏറ്റവും മേലേക്ക് കയറിയിട്ട് ഇൻ്റെ കോലങ്ങൾ നോക്കാണി താഴെ ഫായ്സ് ഉണ്ട്. എടാ ഇങ്ങോട്ട് കയറി പോണ്. ഇവിടെ നല്ല സ്ലിപ്പാവുണ്ട്. ഇതിൻ്റെ മേലേക്ക് കാഴ്ചകൾ എന്ന് പറയാൻ റിസ്ക്കാണ്. ഏറ്റവും മേലെ കയറുകയാണെങ്കിൽ തന്നെ നല്ല അവരാരെ റിസ്ക്കിൽ കയറുക. കാരണം അത്രയും ശ്രദ്ധിക്കണം, കാല് തെറ്റിക്കഴിഞ്ഞാൽ താഴോട്ടാണ്. ഇത് നോക്കാം, കണ്ടോ അത്രയും കാടാണ്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. മേലേക്ക് കയറുന്തോറും കാട്. അവിടെ കയറാൻ പറ്റില്ലടാ. ഓ നീ മതി ഇങ്ങോട്ട് വാ. എടാ ഏറ്റവും മേലെ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്നെ ഈ ക്യാമറയിൽ തന്നെ കാണുന്നില്ല. ഏറ്റവും മേലല്ലോ മക്കളെ. അത്രയും മേലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതൊക്കെ ഹെവി റിസ്ക് പിടിച്ച് നോക്കിയിറങ്ങ്. നമ്മളെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇത് എന്നാൽ കുളിക്കല്ലേ, ചാടിയാലോ? അവിടെ ഇങ്ങോട്ടായോ? ഏതാ ടീഷർട്ട്? ഓക്കെ ഞാൻ തരാം. പൈസ എങ്ങോട്ട് ആയണ്ട കുട്ടീനെ ഇവിടെ നിൽക്ക്. ഞാൻ എനിക്ക് ഇതൊക്കെ അറിയില്ലട്ടോ. പോരാ, ഇവിടെ എത്ര ആളുള്ളൂ. ദൂരണ്ടേ റെഡിയാക്കണ്ടേ? അബദ്ധിട്ട് പോണി അറിയില്ല. അറിയില്ല ഇത് ഞങ്ങളുടെ ചാളി മടലി അതൊക്കെടാ. ഗൈസ് അവിടെ ചക്ക നിൽക്കാം. നമ്മക്ക് ഇവിടെ നീന്താ അറിയാൻ നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ ചക്ക നീന്തി പോയി അത്ര അങ്ങോട്ട് കുറച്ച് ആയുണ്ട്. ഈ ആയുള്ളൂ കാര്യം മതി. ജസ്റ്റ് കുട്ടി നോക്ക്. അതിന് ഇത് അവിടെ നട്ടാ. ഇത് എങ്ങനെയുണ്ട്? ഗൈസ് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു തരം സാഹസികമായ കളികളാണ്. മക്കളെ ഒന്നും പറയാനില്ല. വെള്ളത്തിൽ ക്ലിയർ എന്താ പടി? പള്ളിക്കുളം എന്ന് പറഞ്ഞ ഇതാണ് പള്ളിക്കുളം അല്ലേ? അങ്ങനെ പറഞ്ഞ നല്ല അടിപൊളി കുളം. ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളും വേറെ പ്രത്യേകത ഉണ്ട്. കോടമഞ്ഞുണ്ടോ? അതായത് കടലുണ്ടോ? മൂന്നാർ പോയി കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്റെ വൈഫ് പറഞ്ഞത് എന്താ വെച്ചാൽ
തണുപ്പ് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മഞ്ഞുകളൊക്കെ മഞ്ഞുണ്ട്, പക്ഷെ നമുക്ക് ഹെവി തണുപ്പ് കോട്ടൊന്നും ഇട്ടേക്കേണ്ട ഇട്ട് നിൽക്കേണ്ട സംഭവമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അതിനെ കണ്ടാൽ ഇതിന് വെള്ളത്തിൽ നോർമലി ഉള്ള ഒരു മേടിയം തണുപ്പ് തണുപ്പുണ്ടോ? ഇത് ഒരു തണുപ്പ് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമലി അതിപ്പോ ഒരു ചൂടുന്ന ഒരു തണുപ്പ് തണുത്തോടത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ അത്രേ ഉള്ളൂ. അല്ലാതെ വെള്ളം നല്ല കാര്യങ്ങളൊന്നുമില്ല. ഹെവിയാണ്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഈ വൈബ് കണ്ടില്ലേ? ഇതാ വേറെ ലെവല്. ഫായിസ എന്താ പാട് ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ തണുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. നല്ല വൈബാണ്, നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു ചെയറും അവിടെ അവിടെ നോക്കാം, അങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. വാവ്, റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം. റൗണ്ട് ഓപ്പോട്ട് ലെഫ്റ്റ് സൈഡിൽ ഫുഡ് കോർട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുഡ് കോർട്ടാണ്. ഇവിടെ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഈ ഒരു മട്ടൻ്റെതും അതേപോലെ തന്നെ ചിക്കൻ. ഇതൊക്കെ വരെ ട്രഡീഷണൽ മന്തി കേട്ടോ, മന്തി റൈസ് കാര്യങ്ങളൊക്കെയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതേപോലെ അവിടെ ചിക്കൻ കബാബ് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവരെ ട്രഡീഷണൽ ഫുഡ് എന്തായാലും ഇവിടെ ഉണ്ട്. മസ്റ്റായിട്ട് നിങ്ങളിവിടെ വരുമ്പോൾ ഇനി എന്തായാലും അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ നാട്ടിൽ നിന്നല്ല നമുക്ക് ഇവിടെ നിന്നുള്ള ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ നോക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ നിങ്ങളിപ്പോൾ നേരത്തെ എക്സ്പ്ലോർ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് എന്താ ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ് ഫുഡ് കോർട്ട്. ആ ഫുഡ് കോർട്ട്, അതെ ഫുഡ് കോർട്ടാണ്. എന്താ ട്രൈ ചെയ്യാം. ഞങ്ങൾ ഇതാ കേരളത്തിലെത്തി. ഞങ്ങളുടെ സ്വന്തം കേരളത്തിൽ ഇതാ പഴം, വാഴത്തോട്ടം, വരാം, അങ്ങനെയുള്ള ഒരുപാട് മുളകുണ്ട് അവിടെ. അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതിനുള്ളിലൊക്കെ നടന്നു പോകണമൊക്കെ ഇതിലൊന്നും ഇനിയിപ്പോൾ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിളവെടുക്കണേക്കാട്ടി കൂടുതൽ ഇവിടെ സാധനങ്ങളുണ്ട്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ഇതാ നമ്മുടെ നാട്ടിലെ മലപ്പുറത്തിലെ കർമൂസക്കായി പപ്പായൻ്റെ തൈ ഇതാ. അതേപോലെ ഇതാ മുളകൊക്കെ നോക്കാം. ഇതാ മുളക് പറിച്ചോ ഒന്ന് പറിച്ചോ. മുളകിതാ ആ റെഡ് ഉണ്ട്, അത് പറിക്കണ്ട. ബാ ഇത് നോക്കാം. തെങ്ങുകളിതാ ശരിക്കും മറ്റേ ഇതൊക്കെ കാണണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സലാല വന്നിട്ട് എന്തായാലും കാണണം കേട്ടോ, കാണേണ്ട കാഴ്ചയാണ്. ഇപ്പം നമ്മൾ ഇവിടെ ലാസ്റ്റിക്ക് എത്തി. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ആ ഒരു സൈഡിൽ ബീച്ചുണ്ട്, ബീച്ച് നാളെത്തിയത് ഫീൽ ചെയ്യണ്ടോ? വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാ നിറച്ച് വാഴകളും അതിലൊരു മരവാഴയും അതൊക്കെ മോനെ ഇത് നോക്കാം. ഇതാണ് ബനാന മാർക്കറ്റ് കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടിലുള്ള കോക്കനറ്റ്, അതേപോലെ ചെറിയ തൈത്തങ്ങളുണ്ട്, പിന്നെ വാഴകളുണ്ട്. ഇതൊക്കെ നോക്കാം. പപ്പായുണ്ട്, തൈത്തങ്ങൾ, ഇളനീരുണ്ടോ? ആരോടെ അറിയില്ലല്ലോ. ബാ ഇവിടെ ഉണ്ട് മാളോ, ഇവിടെതാ. ഇതാ ചക്കതാ ചക്ക ഉണ്ട്. ഇതാ ചെറുപഴം പഴം. പിന്നെ ഇത് ഫ്രഷ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. ഇത് നമ്മളെ കുട്ടിക്കാലം 90s കിഡ്സ് മനോരമാക്കിയ ബദാം. ഇതിപ്പോൾ നാട്ടിൽ പോലും കിട്ടാല്ലേ തോന്നുന്നു ഈ സാധനം.
ഈടവാ ഓനതൊക്കെ